ബിജു മേനോൻ ഉഗ്രൻ ആക്ടറാണ്. പുള്ളി ഗൈഡറിൽ തളർത്തി. ബിജു മേനോട്ട് പെർഫോമൻസ് സൂപ്പറാണ്, നല്ലൊരു ആക്ടറാണ്. പിന്നെ ഷൈൻ ടോം ചാക്കോ കുറച്ച് നെഗറ്റീവ് റോളാണ്. ഇത് രണ്ടുപേരും തമ്മിൽ ഈഗോയാണ് കാണിക്കുന്നത്. പിന്നെ ചിരിക്കാൻ കുറേ ഉണ്ട്. പ്രേമലു അത്ര റിയലിസ്റ്റിക് കോമഡി അല്ല, ഇത് റിയലിസ്റ്റിക് കോമഡിയാണ്. പിന്നെ എന്താ ഇപ്പോൾ ബ്രഹ്മയോഗി ഇങ്ങനത്തെ ഭയങ്കര സീരിയസ് മൂവീസ് കണ്ട് മടുത്തിരിക്കുകയാണ്. ത്രില്ലേഴ്സും മാസ് മോഡലും കണ്ട് ഒരു കോമഡി പടം വന്നിട്ട് കുറേ നാളായി. റിയലിസ്റ്റിക് കോമഡി വന്നിട്ടാണ്. ശരിക്കും ചിരിക്കാൻ പറ്റി. നമ്മുടെ ടെൻഷൻ മാറി തിയേറ്ററിൽ പോയി 2 മണിക്കൂർ കണ്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വരും. ഒരു 3 ദിവസം പടം കാണുന്നത് എല്ലാവർക്കും ഫാമിലിക്കായാലും യൂത്തിനും എല്ലാം ഇഷ്ടപ്പെടും. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഇതാണ് എൻ്റർടൈൻമെൻറ്റ്. കുഴപ്പമില്ല, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ബിജു മേനോൻ ഒരു കോമഡി നല്ലൊരു ഭംഗിയുണ്ട്. ആ ഭംഗി സിനിമയിൽ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. എന്നിട്ട് അവസാനം വരെ വെറുപ്പിക്കുന്നില്ല, നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട് ബിജു മേനോൻ. പോലീസ് സ്റ്റോറിയാണ്. പോലീസ് സ്റ്റോറി അതിനകത്തൊരു തുണ്ട് സിനിമ പറയുന്ന പോലെ തന്നെ അതാണ് കഥ. ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു പടം. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇല്ലേ ഒക്കുമല്ല ബിജു മേനോൻ തകർക്കണല്ലേ. പിന്നെ ഇല്ലേ ഒരുപാട് ചിരിച്ച്. ഞാൻ കുറേ ദിവസം കൂടിയാണ് ഒരു പടം കാണുന്നത്. ചിരിച്ച് സൂപ്പറായിട്ട്. ചേച്ചി പറയണോ? അതെ, ഞാൻ പറഞ്ഞു. മൂവി ഒരു പക്ക എൻ്റർടൈനർ ആയിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ സീരീസ് ഓഫ് തമാശകളും സസ്പെൻസും ഓരോ സീനിലും അതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഡോട്ട്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന രീതിയിൽ ഒരുപാട് സെറ്റ് ഓഫ് സസ്പെൻസും പിന്നെ കോപ്പിയടി. ഇങ്ങനെയൊക്കെ കോപ്പി അടിക്കാൻ പറ്റുമായിരുന്നോ, ഒന്നും മുന്നേ പറയണ്ടേ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് അതിനകത്ത് കോപ്പിയടിൻ്റെ ഭംഗി കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഡയറക്ഷൻ ബ്രില്യൻസ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഈവൻ ദോ അവരവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണെങ്കിൽ നമ്മൾക്ക് അത് ത്രൂ ഔട്ട് ചിരി സമ്മാനിക്കുന്ന രീതിയിലായിരുന്നു ഓരോ മൊമെൻറ്റും. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എൻഷുർ ചെയ്യും. പക്ക എൻ്റർടൈനിങ് ആണ്. എല്ലാവരും വന്ന് കാണുക. അതെ, പോലീസ് സ്റ്റോറിയാണെന്ന് പോസ്റ്റേഴ്സും ബാനേഴ്സൊക്കെ വളരെ മിസ്ലീഡിംഗ് ആണ്. എല്ലാവരും വന്ന് പോലീസ് സ്റ്റോറിയാണെന്നൊന്നും വിചാരിക്കരുത്. അതായത് ഒരു സാധാരണ പോലീസുകാരൻ്റെ ജീവിതത്തിൽ അയാൾ കടന്നു പോകുന്ന കുറേ പ്രതിസന്ധികളാണ്. പക്ഷെ നമുക്കത് സമ്മാനിക്കുന്നത് ഒരുപാട് ചിരിയും പിന്നെ ഓഫ്കോഴ്സ് ത്രില്ലിങ്, കുറേ സസ്പെൻസ് ആയിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഒരു നോർമൽ പോലീസുകാരൻ അങ്ങനെ ടൈപ്പ് കാസ്റ്റഡ് ആയിട്ടുള്ളൊരു റോളല്ല. എല്ലാവരും വന്ന് കണ്ടാലേ അത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഓഫ്കോഴ്സ് ഡയറക്ഷൻ ബ്രില്യൻസ് വളരെ ഭംഗിയായിട്ട് ഓരോ കോപ്പിഡിയൊക്കെ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ എല്ലാവരും വന്ന് കാണുക ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് യോർ സെൽഫ്. നല്ല ഫിലിമാണ്. എന്താ പറയുക, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും വരാതെ എന്താ പറയുക, ഒരു പോലീസ് കാരണം തുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മൈൻഡിൽ വരുന്നത് എന്താണോ അത് അതേപോലെ നമ്മുടെ എക്സാം ഹാളിലൊക്കെ വെക്കുന്ന തുണ്ട് പലതരം. പിന്നെ എങ്ങനെയൊക്കെ തുണ്ട് വെക്കാം എന്നുള്ളത് ഈ പടത്തിൽ വേണം കണ്ടുപിടിക്കുക. എങ്ങനെയൊക്കെയാണ് ഒരു എക്സാമിന് തുണ്ട് വെക്കുന്നതെന്നുള്ളത്. ബിജു ചേട്ടൻ്റെ വെള്ളിമുഖയ്ക്ക് ശേഷം വയ്ക്കുന്ന നല്ലൊരു കോമഡി എൻ്റർടൈനിങ് ചിത്രമാണിത്. ഒരുപാട് എന്താ പറയുക, അങ്ങ് വലിച്ചു നീട്ടി 2 മണിക്കൂർ ഇരുന്ന് എൻജോയ് ചെയ്ത് ആസ്വദിച്ചിറങ്ങാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ് തുണ്ടെന്നുള്ളത്, ആസ്വദിക്കാമെന്നുള്ളത്. തുണ്ട് പടം അത് ബിജു മേനോൻ്റെ നല്ലൊരു കോമഡി ചിത്രം, അങ്ങനെ വേണം കാണാൻ. അതായത് ഇപ്പോൾ മുമ്പ് ഇറങ്ങിക്കണ വെള്ളിമുഖ ലെവൽ വന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ബിജു മേനോനാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷൈൻ ടോം ചാക്കോൻ്റെ ഇപ്പോൾ അടുത്തിറങ്ങിക്കണ പടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു റോളാണ് ഇതിൽ കാണുന്നത്. അത് തുണ്ടെന്ന് ഉദ്ദേശിച്ചത് മെയിനായിട്ടും ഈ പരീക്ഷയ്ക്കൊക്കെ കോപ്പി അടിക്കണ തുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പക്ഷേ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു ആവശ്യമില്ല, ഡബിൾ മീനിങ് ഒന്നുമില്ല. ധൈര്യമായിട്ട് ഫാമിലിക്ക് അടക്കം ടിക്കറ്റ് എടുക്കാവുന്ന പടമാണ്. കോമഡി പടമാണ്, ത്രൂ ഔട്ട് കോമഡിയാണ്. പിടിച്ചിരുത്താനുള്ളത് അത്. പിന്നെ ഇതിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിക്കും പിടിച്ചിരുത്താനുള്ള ഒരു ഘടകം തന്നെയാണ്. എനിക്ക് അങ്ങനെ തോന്നി. അത് ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രസമായിട്ട് മ്യൂസിക് വന്നിട്ടുണ്ട്, BGM എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി തുണ്ട് കാണാനാണ് കയറിയത്. വളരെ നല്ലൊരു പടമാണ്. ബിജുചേട്ടൻ്റെ എന്താ പറയുക, ഒരുപാട് പോലീസ് സ്റ്റേഷൻ കണ്ടുള്ളിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. കോമഡി എൻ്റർടൈനറാണ്. ഫാമിലി ഒക്കെ കാണാൻ പറ്റുന്നൊരു നല്ലൊരു പടമാണ്. അപ്പോൾ എല്ലാവരും അത് തിയേറ്ററിൽ വന്ന് കാണും. എന്താ ബിജുചേട്ടൻ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ബിജുചേട്ടൻ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം സീരിയസ് ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വ്യത്യസ്തമാണ്. ഭയങ്കര കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. ചേട്ടൻ്റെ ഒരു
ആ ഒരു കോമഡി ഫൺ ആയിട്ടുള്ളൊരു ബിജു മേനോൻ തിരിച്ചു വരവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.